നമസ്കാരം, വെൽക്കം ടു ദിവ്യാസ് ഡയറീസ്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വെജിറ്റബിൾ സാൻഡ്വിച്ച് ആണ്. ബ്രേക്ക്ഫാസ്റ്റിനും പിന്നെ ലഞ്ച് ബോക്സിലും ഒക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഒരു ഐറ്റം ആണ്. വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാൻ. സാൻഡ്വിച്ച് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് ഹോൾ മീൽ ബ്രെഡ് ആണ്. ഏത് ടൈപ്പ് ബ്രെഡ് വേണമെങ്കിലും എടുക്കാം. പിന്നെ ഇതുപോലത്തെ ഹോൾ മീൽ ബ്രെഡിലൊക്കെ ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ബ്രെഡിന്റെ സൈഡ് കട്ട് ചെയ്തിട്ടാണ് എടുത്തേക്കുന്നത്. അങ്ങനെ നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡ് കട്ട് ചെയ്യാതെയും എടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുക്കുംബർ ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ ഒരു തക്കാളിയും ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ ഒരു ക്യാപ്സിക്കത്തിന്റെ ഒരു ചെറിയ പോർഷനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് മല്ലിയില, പിന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബട്ടർ, പിന്നെ ആവശ്യത്തിന് മയോണൈസും വേണം, ഉപ്പും വേണം. ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിന് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമ്മൾ എത്ര ബ്രെഡ് സ്ലൈസസ് ആണോ എടുക്കുന്നത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് എടുത്താൽ മതി. പിന്നെ ഇതിൽ വേറെയും വെജിറ്റബിൾസ് ഒക്കെ എടുക്കാം. ഓണിയന്, ക്യാബേജ്, അല്ലെങ്കിൽ പൊട്ടറ്റോ ബോയിൽ ചെയ്തിട്ട് അതും ചേർക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങ് എടുത്താൽ മതി. ഇനിയും സാൻഡ്വിച്ച് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനിയും കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് കൂടി ഇടാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് മയോണൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മയോണൈസ് ആണ് ചേർത്തത്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾ എടുക്കുമ്പോൾ ചിലപ്പോൾ 2 ടേബിൾ സ്പൂൺ ആയിരിക്കത്തില്ല വേണ്ടുന്നത്, ചിലപ്പോൾ അതിൽ കുറച്ച് മതിയായിരിക്കും, ചിലപ്പോൾ അതിൽ കൂടുതൽ വേണ്ടി വന്നേക്കാം. അത് നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിന്റെ അളവിനനുസരിച്ച് മാറ്റം വന്നേക്കാം. ഇനി ഈ മിക്സ് ഓരോ ബ്രെഡിലോട്ട് വെച്ച് കൊടുക്കാം. വേണമെങ്കിൽ ഈ ബ്രെഡിലോട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി തേച്ച് കൊടുക്കാം. ഞാനിപ്പം ജസ്റ്റ് ഈ മിക്സ് വെച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. ഇനിയും വേറെ ഒരു സ്ലൈസ് ബ്രെഡ് ഇതിന്റെ മുകളിൽ വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം. ഞാൻ എന്തായാലും ഇത് ടോസ്റ്റ് ചെയ്താണ് എടുക്കുന്നത്. ഇനി ബാക്കി ബ്രെഡിലും ഇതേപോലെ തന്നെ ചെയ്യാം. ഇനിയും സാൻഡ്വിച്ച് ടോസ്റ്റ് ചെയ്യാനായിട്ട് തവ ചൂടാവുമ്പോൾ അതിലോട്ട് കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ട് സാൻഡ്വിച്ച് വെച്ചിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ ഇതിന്റെ ബോട്ടം ഭാഗത്ത് ആ തവയിൽ പുരട്ടിയ ബട്ടർ പിടിച്ചിട്ടുണ്ടാവും. ഇനിയും ഇവിടെ ടോപ്പിലും കൂടി കുറച്ച് ബട്ടർ പുരട്ടിയിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് തവയിൽ നിന്ന് മാറ്റാം. ബാക്കി സാൻഡ്വിച്ചസും ഇതേപോലെ ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ സാൻഡ്വിച്ചസ് ഒക്കെ ടോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ടോസ്റ്റ് ചെയ്യാതെയും കഴിക്കാം, പക്ഷെ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ ടോസ്റ്റ് ചെയ്ത് കഴിക്കുന്നതിന് തന്നെയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. പിന്നെ ഞാൻ വീഡിയോസ് ഇടുമ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. താങ്ക്